അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. ആദ്യം ഇത് ഗാജർ കാ ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ക്യാരറ്റ് ഹൽവ. ചുമന്ന ടൈപ്പ് ക്യാരറ്റാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. 1 2 3 4 ടിഫിനുണ്ട്. ഇത് ലോങ് വീഡിയോ ആണ്. ഇപ്പം ഷോർട്ടിൽ 3 മിനിറ്റ് വീഡിയോ ഇടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ലോങ് ആയിട്ട് ഇടുന്നത്. ഷോർട്ടായിട്ട് കാണുന്നവർ ഷോർട്ടായിട്ടും ഇതിൻ്റെ തന്നെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കാം. ഇതിനകത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും. ആദ്യം നമ്മൾ ചോറെടുത്തു. അതിനകത്ത് അല്പം തോരനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പാലക്കല്ല, ഇത് മേത്തിയാണ്. മേത്തി കറി, മേത്തിയും ദാലും. മേത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉലുവ ഇല ഇവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇല വെച്ചിട്ട് അതും ദാൽ കറിയും കൂടെ ഉണ്ടായി. കറിക്കകത്തൊരു കറി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് പാവയ്ക്ക തോരനാണ്. അങ്ങനെ പാവയ്ക്ക തോരനും മേത്തി ദാലെന്ന് പറഞ്ഞാൽ പരിപ്പ് കറിയും കൂടെ നമുക്ക് ചേർത്ത് കഴിക്കാം. അത് നല്ല കോമ്പിനേഷനാണ്. അല്പം കയ്പും പിന്നെ ദാല് അറിയുമ്പോൾ പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നില്ല. ഏതെങ്കിലും ഇലക്കറി വെച്ചിട്ട് നമുക്കിതുണ്ടാക്കാം. ഒരു കറിയായി. പിന്നെ നമുക്കിത് ഗാജർ ഹൽവ വളരെ ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാം. കുറച്ച് പാല്, അല്പം നെയ്യ്, പിന്നെ അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമ്മുടെ ഒരു ചുമന്ന കളറിലുള്ള ക്യാരറ്റ് ഉണ്ട്, വേറെ നീളത്തിലുള്ള, അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്.